ഹായ് പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ദിവസമായിട്ട് ഞാനിങ്ങനെ വിചാരിക്കും ഈ ഡിപ്രഷനെ പറ്റിയും ഫൈബ്രോമയാൾജിയനെ പറ്റിയൊക്കെ ഒന്ന് യൂട്യൂബിലിടണം. അത് കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങനെ എൻ്റെ പോലെ കഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ. അങ്ങനെ ഒരാളുണ്ട് എന്നറിയുന്നത് തന്നെ ഒരു സമാധാനം, എങ്ങനെ രോഗമുള്ളവർക്ക്. പിന്നെ അങ്ങനെ വിചാരിച്ചിങ്ങനെ ദിവസം പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫോണ് കൂടുതലും മക്കളുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളും പിന്നെ ആണെങ്കിൽ സ്കൂൾ അങ്ങനെയൊക്കെ ആണല്ലോ. പിന്നെ കുറച്ച് വീട്ടു ജോലി എടുക്കും, പിന്നെ കുറച്ച് ജോലി ചെയ്തതിൻ്റെ റെസ്റ്റ് എടുക്കും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടാവുമല്ലോ, മക്കളെന്തെങ്കിലും കാര്യത്തിനോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും. എന്തായാലും ഡേഷനിട്ട് നേരം ഉണ്ടാവില്ല, ഡേഷനിട്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരിക്കും കാര്യങ്ങൾ. അങ്ങനെ ഞാനിങ്ങനെ എൻ്റെ ചുറ്റുപാടുള്ള നമ്മളത്രയും ക്ലോസ് ആയിട്ട് അറിയുന്ന ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ എന്നോട് പറയും ഭയങ്കര ക്ഷീണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇപ്പം കിടക്കണം എന്ന് തന്നെ തോന്നുക, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല, അല്ലെങ്കിൽ കാലിന് ഭയങ്കര കടിച്ചില്ല. ചിലർ പറയും ഭയങ്കര ഗ്യാസ്, എന്താണെന്നറിയില്ല, ഗ്യാസിൻ്റെ ഗുളിക കുടിച്ചിട്ടൊന്നും കുറയുന്നില്ല. പിന്നെ അങ്ങനെ പറയുമ്പോൾ ജസ്റ്റ് സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കും. അങ്ങനെ പറയുമ്പോൾ ഞാൻ പിന്നെ ഓരോട് കാര്യങ്ങളൊക്കെ എന്തൊക്കെ പിന്നെ വിശേഷം, വേറെ വർത്താനമൊക്കെ എന്താണെന്ന് ചോദിക്കും. അപ്പോൾ വേറെ വർത്താനം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും മെല്ലെ മെല്ലെ പറയൂ, ഓരങ്ങനെ എന്തെങ്കിലും അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ അനുഭവിക്കുന്നതിൻ്റെ, അതായത് എനിക്ക് ഇന്ന വിഷമം, ഞാൻ ഇങ്ങനെ ആണ്, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയും എല്ലാവരും. അതായത് എല്ലാവരും എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് വരെ എൻ്റെ മനസ്സിനൊന്നും ഒരു ഉറപ്പുമില്ല, മനസ്സായാൽ കുറച്ച് ഉറപ്പൊക്കെ വേണം, എന്തും മുന്നിട്ട് ധൈര്യത്തോടെ നേരിടണമെന്നുള്ള ഇതൊരുപാട് കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കെട്ടി വെച്ച് നമ്മളൊരു പിരമിഡ് പോലെ ആക്കിയെടുക്കുന്നവരാണ് ഈ ഈ ഡിപ്രഷൻ വരിക. എല്ലാവരും അങ്ങനെ വിചാരിക്കും, മനസ്സിന് ധൈര്യമില്ലാത്തവർക്ക് മാത്രമേ ഡിപ്രഷൻ വരൂ എന്നുള്ളത്. പക്ഷേ അതല്ല സംഭവം. നമുക്ക് നമ്മളാലെ മറ്റ് ചുറ്റുപാടിൽ നിന്നും ഒരിക്കലും പരിഹരിക്കപ്പെട്ട് തരാനോ ഒരാൾക്കും കഴിയാണ്ട്, അതായത് നമ്മളെ ചുറ്റുപാട് നമുക്കൊരിക്കലും അങ്ങോട്ടോ വിട്ടു നിൽക്കാൻ പറ്റാണ്ട്, നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ ഒരു 4 മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ എങ്ങോട്ട് നീങ്ങിയാലും തടസ്സങ്ങൾ മാത്രം, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ സഹിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരുമല്ലേ, അപ്പോഴാണ് ശരിക്കും ഡിപ്രഷൻ വരിക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നാട്ടത് പറയുന്നത്, ഡിപ്രഷൻ തന്നെ അത് കേൾക്കാൻ എന്ത് രസമാണ്, പക്ഷേ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ കേൾക്കുന്നതിൻ്റെ ഒരു രസം ഉണ്ടാവില്ല. ചുറ്റും ഞാനിപ്പോൾ അടുത്തൊരാളോട് പറഞ്ഞെങ്കിൽ നമ്മളെ ചുറ്റും നല്ല ഒഴുക്കുള്ള വെള്ളം, നമ്മളതിൻ്റെ നടുവിൽ എങ്ങോട്ട് നോക്കിയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ നമുക്കൊന്ന് കൈകാലിട്ട് അടിച്ചിട്ട് പോലും കാര്യമില്ല. ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീലിംഗാണ് ശരിക്കും ഡിപ്രഷനിൽ. പിന്നെ അന്നപ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകാം ഞാൻ മരിക്കാൻ പോവുക, എനിക്ക് മരിച്ചാൽ മതി, രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ലെങ്കിൽ പിന്നെ അതാണ് സ്ഥിതി കേട്ടോ. അത് ചിലപ്പോൾ നമ്മൾ എടുത്ത് കെടുക്കുന്ന നമ്മളെ പാർട്ട്ണർക്ക് പോലും മനസ്സിലാവില്ല. ഭർത്താവിനോ ഭാര്യയ്ക്കോ ഒന്നും മനസ്സിലാവില്ല. പിന്നെ അതിന് വേറെ പുറമുള്ളവർ പറയും എന്താ, ഇപ്പോൾ ഒക്കെ ഭയങ്കര മൂത്തക്കും കൂടി നോക്കൂല, എന്താണെന്നറിയില്ല, ഒക്കെ എന്തോ സ്വത്തോ പൈസയൊക്കെ കൂടിയുണ്ടാവും. ചിലപ്പോൾ നമ്മളോരെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, നമ്മളെ മുഖം ചിലപ്പോൾ കണ്ണുപോലെ കണ്ടിട്ടുണ്ടാവും, മനസ്സിലോലെ നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടെ ഒക്കെ ആയിരിക്കും പോവുക. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ മക്കളൊക്കെ ഒപ്പരം കളിക്കുകയും തമാശയായിട്ട് മക്കളൊപ്പരം തന്നെ മക്കളെ പോലെ കഴിഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. പിന്നെ ഹസ്ബൻഡിൻ്റെ ഒപ്പരാണെങ്കിൽ ഞാൻ ചെറിയ വികൃതികളും കുസൃതികളും ഒക്കെ ഒപ്പിക്കുന്ന ശരിക്കും ഒരു ഭാര്യ നിൽക്കുമല്ലോ. പക്ഷെ ആ ഹസ്ബൻഡിന് പോലും മനസ്സിലാവില്ല നമുക്കാണെങ്കിൽ വില മനസ്സിലാക്കാൻ എങ്ങനെയെങ്കിലും മരിക്കണമെന്ന് ഇങ്ങനെ തോന്നും. ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയാൽ കേൾക്കുന്നവർക്കൊരു സുഖം ഉണ്ടാവില്ല. 5 മിനിറ്റൊക്കെ അല്ല എന്നെ സഹിക്കാൻ പറ്റും. ഞാൻ അടുത്തതിലിടട്ടോ. എന്ത് ഡിപ്രഷൻ്റെ